-30 തണുപ്പിൽ ഉറങ്ങുന്ന കിബ്ബർ എന്ന ഹിമാലയൻ ഗ്രാമത്തിലേക്കാണ് യാത്ര. തണുത്ത മരുഭൂമിയാണ് കിബ്ബർ. ഹിമാലയത്തിലെ സ്പിതി താഴ്വരയിൽ മഞ്ഞു പുതപ്പിനുള്ളിൽ മയങ്ങുന്ന കുഞ്ഞു ഗ്രാമം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാമങ്ങളിലൊന്ന്. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ വാഹനഗതാഗതം നടക്കുന്ന ഗ്രാമങ്ങളിൽപ്പെട്ട കിബ്ബറിന്റെ മഞ്ഞു സൗന്ദര്യം ആസ്വദിക്കാൻ അപൂർവം സഞ്ചാരികൾ മാത്രമേ എത്തുകയുള്ളൂ. ഷിംലയിൽ നിന്ന് സത്ലജ് നദിയുടെ ഓരം ചേർന്നാണ് പാത. നീല പളുങ്ക് ജലാശയവും അതിനിരുവശത്തുമായി മലകളും സ്വർഗതുല്യമായ കാഴ്ചയാണ്. പക്ഷെ എപ്പോഴും ഇടിയാവുന്ന റോഡ് അപകടത്തിന്റെ ആഴം കാണിച്ചു തരുന്നു. ചിലയിടങ്ങളിൽ മണൽക്കൂനയെപ്പോലെയാണ് ഹിമവാന്റെ ശിഖരങ്ങൾ. മലനിരകളിൽ ഇലകളില്ലാത്ത ആപ്പിൾ മരത്തോട്ടങ്ങൾ കാണാം. സ്പിതി നദിയും സത്ലജ് നദിയും ഒന്നാകുന്ന പാലം തൊട്ടുമുകളിലേക്കുള്ള പാതയിൽ അപകട സാധ്യതയേറുന്നു. ഇനി യാത്ര സ്പിതി നദിയുടെ തീരത്തുകൂടിയാണ്. ഈ നദിയുടെ പേര് തന്നെയാണ് താഴ്വരയ്ക്കും. കാസ എന്ന കുഞ്ഞു പട്ടണത്തിലും റോഡിലും മഞ്ഞ് കനത്ത് കിടക്കുന്നു. കാസയിൽ നിന്ന് കിബ്ബറിലേക്ക് പോകുന്ന വഴിയാണ് കൂടുതൽ അപകടകരം. മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളാണ് കിബ്ബറിലേത്. 14,010 അടി മുകളിലാണ് കിബ്ബർ ഗ്രാമം. അതുകൊണ്ട് തന്നെ രാത്രികളിൽ കിബ്ബറിലെ താപനില -30 വരെയൊക്കെ താഴാറുണ്ട്. മലയുടെ ഇരുവശത്തുമായി 100ഓളം വീടുകളാണ് കിബ്ബറിലുള്ളത്. ജനസംഖ്യ ഏതാണ്ട് 500-നടുത്ത് വരും. ബുദ്ധമത അനുയായികളാണ് ഗ്രാമക്കാർ. ഹിമാചൽ പ്രദേശിലെ ഈ മഞ്ഞുഗ്രാമം കിബ്ബർ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്നു. ഹിമപ്പുലി, റെഡ് ഫോക്സ് എന്നിങ്ങനെയുള്ള ജീവികളെ കിബ്ബർ ഗ്രാമത്തിനടുത്ത് കാണാറുണ്ട്. യാക്കുകളും കഴുതകളുമാണ് ഗ്രാമത്തിന്റെ പ്രധാന വളർത്തുമൃഗങ്ങൾ. എല്ലായിടത്തും മഞ്ഞാണെങ്കിലും കുടിവെള്ളത്തിനായി കുഴൽ കിണറുകളെയാണ് കിബ്ബർ ഗ്രാമം ആശ്രയിക്കുന്നത്. കന്നാസിൽ ശേഖരിക്കുന്ന ജലം കഴുതപ്പുറത്ത് വെച്ച് കുട്ടികളാണ് വീടുകളിലേക്ക് എത്തിക്കുക. വേനൽക്കാലത്ത് ബാർലിയും ഗ്രീൻ പീസും മറ്റും കൃഷി ചെയ്യുന്ന കളങ്ങളിലെല്ലാം മഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. വീടുകളെല്ലാം ഒരേ മാതൃകയിലാണ്. കിബ്ബർ ഗ്രാമത്തിൽ കുന്നിന് മുകളിലെ മൊനാസ്ട്രിയും ഇതേ വാസ്തുവിദ്യാ രീതി പിന്തുടരുന്നു. മൊനാസ്ട്രിക്ക് ഉൾവശം പെയിന്റിങ്ങുകളാൽ സമ്പന്നമാണ്. മൊനാസ്ട്രിയിൽ നിന്നാൽ അങ്ങ് ദൂരെയുള്ള മലനിരകളെയും ഗ്രാമത്തെയും ഒരേപോലെ നിരീക്ഷിക്കാം. കിബ്ബർ, ചിച്ചം എന്നീ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പാലം. കിബ്ബർ ഗ്രാമത്തിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഈ പാലത്തിലേക്കുള്ളൂ. 15 വർഷം കൊണ്ടാണ് ഈ പാലം പൂർത്തിയായത്. മഞ്ഞിന്റെ കൂടാരമായ കിബ്ബർ ഗ്രാമത്തിലേക്കുള്ള യാത്ര ഓരോ സഞ്ചാരിയുടെയും സ്വപ്നമാണ്. കാരണം സ്വപ്നതുല്യമായ കാഴ്ചകളും അതീവ അപകടകാരിയായ പ്രദേശവുമാണ് കിബ്ബർ. ഉയരം കൂടുന്തോറും കാഴ്ചയുടെയും മനോഹാരിത കൂടുമെന്ന് കിബ്ബർ മൗനമായി പറയുന്നു. ഷിംലയിൽ നിന്ന് രാംപൂർ, റെക്കോങ്പോ, താബോ, കാസ വഴി 461 കിലോമീറ്റർ ദൂരമാണ് കിബ്ബറിലേക്ക്. ഏതാണ്ട് 2 ദിവസം എടുക്കുമെത്താൻ. -30 തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ കരുതണം. വാട്ടർ പ്രൂഫ് ഷൂവിന് താഴെ അണിയാനുള്ള സ്പൈക്ക് കരുതിയാൽ മഞ്ഞിലൂടെയുള്ള നടത്തം സുഖകരമാക്കാം. ഇരുമ്പ് മുള്ളുകൾ ഉള്ള റബ്ബർ ആവരണമാണ് സ്പൈക്ക്. ഇത് ഓൺലൈൻ സൈറ്റുകളിൽ നിന്നാണ് വാങ്ങേണ്ടത്. ഒരിക്കലും കൈകൾ അധിക നേരം തണുപ്പിൽ പുറത്ത് കാണിക്കരുത്. പലർക്കും പിന്നീട് മരവിപ്പും മറ്റും ഉണ്ടാകാറുണ്ട്. സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുപോകുന്നത് ഉചിതമായിരിക്കും.